അടുത്തതാണ് നമ്മൾ നോക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. കുറച്ച് വലിയൊരു സെക്ഷനാണ്. സെക്ഷൻ 143 ആണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് മെയിൻ പോയിന്റ്സും ഉണ്ട്, കുറച്ച് സബ് പോയിന്റ്സ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പറയുന്നത് എവ്രി ഓഡിറ്റർ. സോ ഇവിടെ പറയുമ്പോൾ എവ്രി ഓഡിറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. സോ എവ്രി ഓഡിറ്റർ ഓഫ് എ കമ്പനി ഷാൽ ഹാവ് റൈറ്റ് ടു ആക്സസ് at all times to the books of account and vouchers of the company, whether kept at the registered office of the company or at any other place. ഒന്നാമത്തെ എന്താ പറയുന്നത് എവ്രി ഓഡിറ്റർ. ഇപ്പോൾ എവ്രി ഓഡിറ്റർ എന്ന് പറയുന്നത് ഏത് ഓഡിറ്ററാ? എവ്രി ഓഡിറ്ററിൽ ദിസ് വൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ കറക്റ്റാ ഓഫ് എ കമ്പനി ഷാൽ മാൻഡേറ്ററിലി ഹാവ് എ റൈറ്റ്. ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കാം, കാണാം, ഇൻസ്പെക്ട് ചെയ്യാം. അറ്റ് ഓൾ ടൈംസ്, എല്ലാ ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്നെ ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത അന്ന് തൊട്ട് എൻ്റെ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ വരെ എന്താണ് ഓൾ ടൈംസ് എന്ന ടൈംസ് ഉദ്ദേശിക്കുന്നത് ബിസിനസ് അവേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഞാൻ ഓഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നമുക്ക് ബാലൻസ് ഷീറ്റ് വരും, കറക്റ്റാ? ബാലൻസ് ഷീറ്റ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. അതിപ്പം മാനുവൽ ആണെങ്കിൽ ആ രീതിയിൽ, ഇപ്പോൾ എല്ലാം എന്താണ് ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ എന്താണ് എനിക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് വൗച്ചേഴ്സ് എന്തായിരുന്നു? ബിൽസ് റിസീപ്റ്റ്സ് ആയിരിക്കാം, ഇപ്പം നമ്മൾ ഇൻവോയ്സസ് ആയിരിക്കാം, അങ്ങനത്തെ ബില്ല് കാര്യങ്ങളെല്ലാം എന്താണ് വെദർ കെപ്റ്റ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ അല്ലെങ്കിൽ എനി അതർ പ്ലേസ്. ഈ എനി അതർ പ്ലേസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് വേറെ സ്ഥലത്തും കീപ്പ് ചെയ്യാൻ പറ്റും. കമ്പനീസ് ആക്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. വേറെ പല സ്ഥലത്തെന്ന് പറയുമ്പോൾ വിത്ത് അപ്രൂവൽ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് എന്താണ് പല സ്ഥലങ്ങളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്താണ് കമ്പനിയുടെ ഹെഡ് ഓഫീസുള്ളത്, രജിസ്റ്റേർഡ് ഓഫീസുള്ളത്. ഇവർക്ക് അവിടെ സ്ഥലം തികയാതെ വന്നതുകൊണ്ട് അവരത് കണ്ണൂരിലേക്ക് മാറ്റി, രജിസ്റ്റേർഡ് ഓഫീസ്. ഓക്കെ. അപ്പോൾ ഇവിടെ സെയിം ROC തന്നെയാണ്, വ്യത്യാസമില്ല. അതുകൊണ്ട് കണ്ണൂരിലെ ROCയിൽ മാറ്റുമ്പോൾ എനിക്ക് എന്താണ് എങ്ങനെയാണോ ഇവിടെ ആക്സസ് കിട്ടുന്നത് അതേ ആക്സസ് എവിടെ കിട്ടും? കണ്ണൂരിൽ കിട്ടും. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് നോക്കുന്നത് കമ്പനി ഷുഡ് പ്രൊഡ്യൂസ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ബിലോ ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ. അതായത് ഈ താഴെ പറഞ്ഞ കാര്യങ്ങളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് ഈ പറയുന്ന പോയിന്റ്സ് സെപ്പറേറ്റ്ലി ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്തു. സെപ്പറേറ്റ്ലി ഇമ്പോർട്ടൻ്റ് എന്ന് നോട്ട് ചെയ്തു. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. വെദർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി. ഇവിടെ what is the meaning of this made by the company? നമുക്ക് നോക്കാം. Made by the company on the basis of security have been properly secured and whether the terms on which they have been made are prejudicial to the interest of the company or its member. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കുമ്പോൾ മെയ്ഡ് ബൈ ദ കമ്പനി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നുണ്ട് അല്ലേ? മെയ്ഡ് ബൈ ദ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഒരു കോൺസെപ്റ്റ്? അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ മെയ്ഡ് ബൈ ദ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാവേ. മെയ്ഡ് ബൈ ദ കമ്പനി. അപ്പോൾ ഈ മെയ്ഡ് ബൈ ദ കമ്പനിക്ക് നമുക്ക് രണ്ട് അർത്ഥം കൊടുക്കാൻ പറ്റും. കാരണം ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവൻ ഓർ റിസീവ്ഡ്. ഒന്നെങ്കിൽ ഗിവൻ അല്ലെങ്കിൽ റിസീവ്ഡ്. അപ്പം ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താണ്? കമ്പനി കൊടുത്തു എന്നാണോ? കമ്പനി ഒരു ലോൺ എടുത്തു എന്നാണോ? ഗിവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഗിവൻ ആട്ടോ. മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഗിവൻ ബൈ ദ കമ്പനി. ഓക്കെ, നമുക്ക് വായിക്കാം. ഗിവൻ ബൈ ദ കമ്പനി കേട്ടോ. വെദർ ലോൺസ് ഓർ അഡ്വാൻസസ് ഗിവൻ ബൈ ദ കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി. ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കമ്പനിയുടെ അസെറ്റാണ്. ഈ കമ്പനിയുടെ അസെറ്റിനെ ചാർജ് ചെയ്യുക എന്ന് നമ്മൾ പറയും. ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പണയം വെക്കൂലേ, ഈട് വെക്കൂലേ, അങ്ങനെ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി ഒരു ലോൺ കൊടുത്തു. ഇപ്പോൾ ഫോർ ഇന്റർ കോർപ്പറേറ്റ് ലോൺസ് ഉണ്ട്. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വെച്ചോ. ഈ കമ്പനി ടാറ്റ മോട്ടോഴ്സിന് എന്താണ് ഒരു ലോൺ കൊടുത്തു. ഓക്കെ, ഒരു 5 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്തു.
5 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്തു. അപ്പോൾ ഇവിടെ റിലയൻസ് ലോൺ കൊടുത്ത സമയത്ത് ടാറ്റ എടുത്ത് ചുമ്മാ ലോൺ കൊടുക്കും റിലയൻസ് ഇല്ല. ടാറ്റ എടുക്കുന്ന ഒരു ബിൽഡിങ്, ഫോർ എക്സാമ്പിൾ ഇതൊരു ബിൽഡിംഗ് എന്ന് വെച്ചു. ഈ ഒരു ബിൽഡിങ് റിലയൻസിൻ്റെ പേരിലേക്ക് ഈട് വെച്ചു, അതായത് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു പക്ഷേ നാളെ ഈ 5 ലക്ഷം രൂപ ടാറ്റ തന്നില്ലെങ്കിൽ റിലയൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെക്യൂരിറ്റി എടുക്കാൻ പറ്റും. കറക്റ്റാ? സെക്യൂരിറ്റി എടുക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് സെക്യൂർഡ് ലോൺ. എന്താണ്? സെക്യൂർഡ് ലോൺ. അപ്പോൾ എന്താണ് ഓഡിറ്ററായ ഞാനും നിങ്ങളും എൻഷുർ ചെയ്യേണ്ടത്? ഞാനും നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ റിലയൻസിലാണ് ഞാനിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ലോന് ശരിക്കും സെക്യൂർഡ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അസെറ്റ് ടാറ്റയിലുണ്ടോ, അല്ലെങ്കിൽ ടാറ്റയും റിലയൻസും ഒത്തു കളിച്ചതാണോ? ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട് വരും. ആ ഡൗട്ടെല്ലാം എന്താണ് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞ പോലെ അഡ്വേഴ്സ് ഒപ്പീനിയൻസ് വരാം, ഡിസ്ക്ലെയിമർ വരാം, നെഗറ്റീവ് ഒപ്പീനിയൻസ് വരാം, പോസിറ്റീവ് ഒപ്പീനിയൻസ് വരാം, കമൻറ്റും വരാം, ക്വാളിഫിക്കേഷൻസ് വരാം. നമ്മൾ പഠിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഇതാണ്. അപ്പോൾ ഇവിടെയും ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. അതൊന്നാമത്തത്. ഓക്കെ. രണ്ടാമത്തത്, whether the terms on which they have been made are prejudicial to the interest of the company or its members. നമ്മളിവിടെ പറഞ്ഞിരുന്നു 5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ എത്ര മൂല്യമുള്ള അസറ്റാണ് ക്രിയേറ്റ് ചെയ്തേ? 5 ലക്ഷമോ അതിൽ കൂടുതലുള്ളതോ? റിലയൻസ് ടാറ്റയായിട്ട് 5 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തു, എന്നിട്ട് ക്രിയേറ്റഡ് സെക്യൂരിറ്റി ഫോർ 3 lakh. നാളെ ടാറ്റ പൈസ തന്നില്ലെന്ന് വെച്ചോ. റിലയൻസിന് എത്ര പൈസ മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ? റിലയൻസിന് മേടിക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി 3 lakh. ബാക്കി 2 lakh എവിടുന്ന് പോകും പൈസ? കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് പോയാൽ ആർക്കാ നഷ്ടം? കമ്പനിയുടെ അസറ്റിൽ നിന്ന് പൈസ പോകുന്നത്. പിന്നെയോ മെമ്പേഴ്സിൻ്റെ പൈസ എന്നല്ല, അവർക്ക് കിട്ടേണ്ട ലാഭമല്ലേ പോകുന്നത്. അപ്പോൾ ഇത് പ്രിജുഡീഷ്യൽ അല്ലേ? പ്രിജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാംഫുൾ ടു ദ ഇൻട്രസ്റ്റ്, താല്പര്യം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ല. ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെദർ എനി കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് കമ്പനി വിച്ച് ആർ റെപ്രസെൻറ്റഡ് മിയർലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈ ബുക്ക് എൻട്രീസ് ആർ പ്രിജുഡീഷ്യൽ. സെയിം മീനിങ് ആണ്, ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. ബുക്ക് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബുക്കിൽ മാത്രം എൻട്രി ചെയ്യുന്ന ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഏതാ? ഡിപ്രീസിയേഷൻ. കറക്റ്റാണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ബുക്ക് എൻട്രി മാത്രമേ ചെയ്യുകയുള്ളൂ. റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഇപ്പോൾ കമ്പനി എന്താണ്, ഒരു 30,000 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമായിരുന്നു. ഡിപ്രീസിയേഷൻ. ഓക്കെ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കും? എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കേണ്ട ഒരു സംഭവം കുറച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ചില്ലെങ്കിൽ പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും 30,000 പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ പ്രോഫിറ്റ് അവിടെ കാണിച്ചിട്ട് മെമ്പേഴ്സിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അപ്പോൾ റിയൽ ലൈഫിൽ 30,000 രൂപ എന്ന് പറഞ്ഞ എമൗണ്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ 30,000 രൂപ കാണിച്ചു. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ശരിക്കും പറയുകയാണെങ്കിൽ സാറേ ഡിപ്രീസിയേഷൻ കാണിച്ചാൽ 30,000 ലാഭമല്ലേ? പക്ഷേ 30,000 അവിടെ ഇല്ലല്ലോ. ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് പ്രോഫിറ്റ് അല്ലേ? ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് കൂടുതൽ കൊടുക്കുക, നമ്മൾ ഇൻട്രസ്റ്റ് ടാക്സ് കൂടുതൽ കൊടുക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ റിയൽ ലൈഫിൽ മൈനസ് ചെയ്യേണ്ടത് നമ്മൾ. ക്ലിയർ അല്ലേ? യെസ്. സോ വെദർ ദ ട്രാൻസാക്ഷൻസ് ഓഫ് ദ കമ്പനി വിച്ച് ആർ റെപ്രസെൻറ്റഡ് ജസ്റ്റ് ബൈ എ ബുക്ക് എൻട്രീസ്, നമ്മൾ പറയത്തില്ലേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഇതേ വേറെ എക്സാമ്പിൾ എടുക്കാൻ പറ്റും. പ്രൊവിഷൻ ഫോർ ഡെറ്റ്. കറക്റ്റാ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. ഇപ്പോൾ ഒരാൾ ലോൺ എടുത്തു 50 ലക്ഷം രൂപയുടെ. ഓക്കെയാ? നമ്മൾ എന്ത് ചെയ്തു? വെറും 25 ലക്ഷം രൂപ എന്ന് മാത്രമേ എഴുതി. ശരിക്കും പറഞ്ഞാൽ 50 ലക്ഷം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലേ? നമ്മൾ 25 ലക്ഷം എന്ന് എഴുതുമ്പോൾ എന്താ സംഭവിക്കുക? ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് പ്രോഫിറ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ആസ് പെർ ദ ഓണർ മെമ്പേഴ്സിനെ കമ്പനിയിലെ നമ്മൾ ചതിക്കുന്ന രീതിയിലല്ലേ? അങ്ങനെ ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുക, മിസ്റ്റേക്കാണ്. അങ്ങനത്തെ എറേഴ്സ് നമ്മൾ എന്താണ് ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, where the company not being an investment company. What is meaning of investment company? ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യും, ലാഭം കിട്ടുമ്പോൾ വിൽക്കും. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. 100 രൂപയുള്ളപ്പോൾ മേടിക്കും, 120 വിൽക്കും. ഓക്കെ. ബാങ്കിങ് കമ്പനിയോ?
നമ്മൾ ഇടുന്ന ഡെപ്പോസിറ്റ് മേടിക്കുന്നു, ബാങ്ക് ചുമ്മാ വെക്കുന്നു? ഇല്ല, പല സ്ഥലത്ത് നിക്ഷേപിക്കും. വെദർ സോ മച്ച് അസെറ്റ്സ് ഓഫ് ദ കമ്പനി ആസ് കൺസിസ്റ്റ് ഓഫ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, അതർ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർസോ ഡിബെഞ്ചറോ. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ബോണ്ട്. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഡിറൈവേറ്റീവ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. കാരണം ആക്ച്വലി സെക്യൂരിറ്റീസിൻ്റെ മീനിങ് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ജസ്റ്റ് അതർ സെക്യൂരിറ്റീസ് മീനിങ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്, ഓക്കെ, ഹാവ് ബീൻ സോൾഡ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ദാറ്റ് അറ്റ് വിച്ച് ദേ ഹാവ് പർച്ചേസ്ഡ് ബൈ ദ കമ്പനി. ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെറിയൊരു എക്സാമ്പിൾ എടുക്കുക. നമുക്കിപ്പോൾ എക്സാം എടുക്കുക, നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ട് ഉള്ളവരായിരിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എപ്പോഴാണ് തിരിച്ചു കൊടുക്കുന്നത്? നമുക്ക് നല്ല ലാഭമുള്ളവരാണ് തിരിച്ചു കൊടുക്കുമോ? ഇല്ല, തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇവിടെ കമ്പനി ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഏതൊരു കമ്പനി എടുക്കാം. ഇപ്പോൾ നമുക്ക് ടാറ്റ മോട്ടോഴ്സിന് എടുക്കാം. ടാറ്റ നമ്മുടെ അഭിമാനമായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടാറ്റ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എടുക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിർള, ടാറ്റ ബിർള എന്ന് പൊതുവെ പറയുന്ന പോലെ ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ എന്ന കമ്പനി ബിർള എന്നൊരു കമ്പനിയിൽ 1,00,000 രൂപയുടെ ഷെയർസ് നിക്ഷേപിച്ചു. 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ടാറ്റ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നാളെ ഇത് പൈസ കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയാണ്, അതല്ലേ ലാഭം എന്ന് പറയുന്നത്. പക്ഷെ ടാറ്റ ഇത് 80,000 രൂപയ്ക്ക് കൊടുത്തു. 1,00,000 രൂപയ്ക്ക് മേടിച്ചിട്ട് 80,000 രൂപയ്ക്ക് കൊടുത്തു എന്നോ? ഇത് ഒരു കമ്പനി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ 20,000 രൂപ എന്ന് പറയുന്ന ലോസ് ആർക്ക് വരും? കമ്പനിക്ക് വരും. ഈ ടാറ്റ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണോ? അല്ല. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിലെ കമ്പനിയാണ്. അങ്ങനത്തെ ഉള്ള കമ്പനികൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അത് മെൻഷൻ ചെയ്യണം. പക്ഷെ ഒരു ബാങ്കിൻ്റെ ആണെങ്കിലോ, ഇപ്പോൾ ബാങ്ക് കൊണ്ട് ബിർള നിക്ഷേപിക്കുന്നു, പെട്ടെന്ന് ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ ആൾ വന്നു. അപ്പോൾ ബാങ്കിന് 1,00,000 സാധനം 80 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റ് വില, കൊടുത്തേ പറ്റൂ. കാരണം ബാങ്കിന് വേറെ ഓപ്ഷൻസ് ഇല്ല. കാരണം ബാങ്കിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ്, ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുടെയോ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. എന്താണ് വേർ ദ കമ്പനി നോട്ട് ബീങ് ആൻ. അപ്പോൾ ആർക്കൊക്കെ ഇത് പോസിബിൾ ആണെന്നാണ് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് അത് പ്രശ്നമല്ല, 10 രൂപ മേടിച്ച് 8 രൂപയ്ക്ക് വിൽക്കാം. ബാങ്കിങ് കമ്പനിക്കും പ്രശ്നമല്ല. ഇതല്ലാതെ കമ്പനീസിന് എന്താണ്, അതൊരു പ്രശ്നമായിട്ട് മാറും. ക്ലിയർ ആണോ? യെസ്. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. വേർ ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി. ഇവിടെ മെയ്ഡ് എന്താണ്? ഗിവൻ ബൈ ദ കമ്പനി ഹാവ് ബീൻ ഷോൺ ആസ് ഡെപ്പോസിറ്റ്. എന്ന് പറയുന്നത്. അപ്പോൾ ലോൺസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റ് പഠിച്ച പോലെ തന്നെ കമ്പനി പുറത്തേക്ക് ലോൺ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ABC ഒക്കെ വിടാം. നമുക്ക് ലൈവ് കമ്പനികൾ എടുക്കാം. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റിലയൻസ് എന്നൊരു കമ്പനി തന്നെ എടുക്കാം. റിലയൻസ് എന്നൊരു കമ്പനിയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ജിയോ എന്നൊരു കമ്പനിയുണ്ട്. ഓക്കെ, ജിയോ എന്നൊരു കമ്പനിയുണ്ട്. ഓക്കെ, അപ്പോൾ റിലയൻസ് എന്നൊരു കമ്പനി ജിയോ എന്നൊരു കമ്പനിക്ക് ഒരു 10,000 രൂപ കടം കൊടുത്തു. ലോനാണോ? ലോനാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി മറ്റേ കമ്പനിക്ക് ലോൺ കൊടുക്കുമ്പോൾ, റിലയൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് അല്ലല്ലോ, ജിയോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്. നമുക്ക് ജിയോ സിം ആണ് നോക്കാം, ജിയോ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇവിടെ ജിയോയ്ക്ക് ലോൺ കൊടുത്തു റിലയൻസ്. രണ്ട് കമ്പനിയാണ് നോക്കാം കേട്ടോ, അവരുടെ ബന്ധമൊന്നും നോക്കണ്ട. അപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ എന്താണ്, ഇപ്പോൾ നമുക്ക് ജിയോയ്ക്ക് നമുക്ക് പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ നേരെ ബിർള എടുക്കാം. ഓക്കെ, ആദിത്യ ബിർള, പ്രശ്നമില്ലല്ലോ, രണ്ടുപേരെ കമ്പനി 10,000 രൂപ എന്താണ് ലോൺ കൊടുത്തു. ശരിക്കും ഒരു കമ്പനി 10,000 രൂപ ലോൺ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ മെമ്പേഴ്സിനോട് ചോദിക്കണം, റീസൺസ് പറയണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോൺ എന്നൊരു സംഭവത്തിൽ കാണിക്കുന്നതിന് പകരം റിലയൻസ് എന്ത് ചെയ്തു? ബിർളയെന്ന് ഒരാൾ എന്താണ്, ഞങ്ങളൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്തു. എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബിർളയിൽ ചെയ്ത ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. ഡെപ്പോസിറ്റ് ഒരു കമ്പനി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലായി. ഡെപ്പോസിറ്റ് എന്തായി? ഇൻവെസ്റ്റ്മെൻ്റ് ആയി. ശരിക്കും അതെന്താണ്? ലോനാണ്. അതിന് നമ്മൾ എന്താണ് കാണിച്ചേ? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്. രണ്ടും നമുക്ക് കിട്ടാനുള്ള പൈസ തന്നെയാണ്, പക്ഷെ അത് കാണിച്ച രീതിയിലാണ് വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് പ്രോസസ്സ് കുറയ്ക്കാൻ വേണ്ടി, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യും? ലോണിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണിക്കും. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും എന്താണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അടുത്തതായിട്ട് മനസ്സിലായില്ലേ? അടുത്തതായിട്ട് വെദർ പേഴ്സണൽ എക്സ്പെൻസസ് ഹാവ് ബീൻ ചാർജ്ഡ് ടു റവന്യൂ അക്കൗണ്ട്. പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഞാനൊരു ഡയറക്ടറാണ്.
ഓക്കെ, ഇപ്പം ഞാനൊരു കമ്പനിയിലെ ഡയറക്ടറാണ്. അപ്പോൾ ഈ ഡയറക്ടറായ ഞാൻ എന്ത് ചെയ്യും? എന്നെ ഒരു USA കമ്പനി ഒരു ആവശ്യത്തിന് അയച്ചു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നെ എന്താണ് ടാറ്റ കമ്പനി എന്നെ USA അയച്ചു. USA അയച്ചിട്ട് പറഞ്ഞ് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് ചിലവെല്ലാം കൂടി ഒരു 4 ലക്ഷം രൂപയായി. പ്ലസ് ഞാൻ എന്തായാലും USA പോയതല്ലേ, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാനൊരു 3 ലക്ഷം രൂപയുടെ ഫോണും ടാബ്ലറ്റും എല്ലാം മേടിച്ചിട്ട് വന്നു. ഇവിടെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസസ് എത്രയാണ്? കമ്പനി ടോട്ടൽ എക്സ്പെൻസസ് 7 ലക്ഷമാണോ 4 ലക്ഷമാണോ 3 ലക്ഷമാണോ? നമുക്കറിയാം ഇവിടെ 4 ലക്ഷമാണ് ശരിക്കും എനിക്ക് ചിലവായത്. ഞാൻ പോയ പോക്കിന് എന്താണ്, വീട്ടുകാർക്ക് ഒരു 3 ലക്ഷം രൂപ മേടിച്ചിട്ട് കമ്പനിയുടെ പേരിലേക്ക് 7 ലക്ഷം രൂപയുടെ എന്താണ് ബില്ല് എഴുതി. അപ്പോൾ ഇവിടെ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസസിനെ ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? റവന്യൂ അക്കൗണ്ടിലേക്ക് കമ്പനിയുടെ എന്താണ് ട്രാൻസ്ഫർ ചെയ്തു. കമ്പനിയുടെ എക്സ്പെൻസസ് ആണ് ഞാൻ ട്രീറ്റ് ചെയ്തു. ശരിക്കും ഇത് പാടുണ്ടോ? ഇല്ല. ഇങ്ങനെ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസസ് കിട്ടും, ചില ഫുഡിൻ്റെ എക്സ്പെൻസസ് കിട്ടും, അത് ലിമിറ്റേഷൻസും ഉണ്ട്. ആ ലിമിറ്റേഷൻസ് കഴിഞ്ഞ് വരുന്ന ഒന്നിനും എന്താണ് നമുക്കത് ബെനിഫിറ്റ് കിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ പേഴ്സണൽ എക്സ്പെൻസ്, പേഴ്സണൽ ഡയറക്ടേഴ്സിൻ്റെ എക്സ്പെൻസ്, അവിടെ ഒരു മെമ്പേഴ്സിൻ്റെ എക്സ്പെൻസസ് വരില്ല. ഡയറക്ടേഴ്സിൻ്റെ എക്സ്പെൻസസ് റവന്യൂ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. The last one, where it is stated in the books and documents of the company that any shares have been allotted for cash, whether the cash has been actually been received in respect of such allotment. If no cash was actually being received, whether the position as stated in the accounts of books and the balance sheet is correct, regular, not misleading. അതായത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞത് ഓക്കെ, നമുക്കതൊന്ന് ഓക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ ഷെയർ മേടിച്ചു, ഇപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഷെയർ മേടിച്ചു 80,000 രൂപയ്ക്ക്. എന്നിട്ട് ഞാൻ ക്യാഷ് കൊടുത്തു. ക്യാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ബാങ്കിൽ ട്രാൻസാക്ഷൻ കൊടുത്തു. ഓക്കെ, ഇത് നേരെ എങ്ങോട്ട് പോകും? ടാറ്റയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ക്യാഷ് കൊടുത്തിട്ടാണ് ഷെയർ മേടിച്ചത് എന്നൊരു ട്രാൻസാക്ഷൻ എവിടെ എൻ്റർ ചെയ്യണം? ടാറ്റയിൽ എൻ്റർ ചെയ്യണം. ഒരു പക്ഷേ ഷെയർ കൊടുത്തു, ക്യാഷ് കിട്ടിയോ ഇല്ലയോ? ശരിക്കും ഇനി ക്യാഷിലാണോ കിട്ടിയത് അല്ലെങ്കിൽ അസറ്റിലാണോ കിട്ടിയത് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ അസറ്റിലാണെങ്കിലും ക്യാഷ് ആണെങ്കിലും എവിടെ പോകും? ബാലൻസ് ഷീറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം? അസറ്റ് നമ്മൾ വാല്യുവേഷൻ ചെയ്യണം. കറക്റ്റാ? അസറ്റ് നമ്മൾ വാല്യുവേഷൻ ചെയ്യണം. ആ വാല്യുവേഷൻ കറക്റ്റാണോ? അപ്പോൾ ശരിക്കും ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടോ? ഇഫ് നോ ക്യാഷ് ആക്ച്വലി ബീൻ റിസീവ്ഡ്, അക്കൗണ്ട് ബുക്സ് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കിട്ടിയെന്ന് എഴുതുമോ? ഇല്ല. നമുക്ക് ക്യാഷ് ബേസിസ് ഉണ്ട്, അക്രൂവൽ ബേസിസ് ഉണ്ട്. അപ്പോൾ അതേ രീതിയിൽ എന്താണ് ശരിക്കും ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തൊരു ക്യാഷ് കിട്ടി എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? 80,000 രൂപ ശരിക്കും ക്യാഷ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് ആണോ എന്ന് കൃത്യമായിട്ട് കമ്പനി എന്താണ് മെൻഷൻ ചെയ്യണം. മിസ്ലീഡിങ് ആയിരിക്കരുത്. കാരണം ടാലി ആക്കാൻ വേണ്ടി എന്താണ് ആ ക്യാഷ് അവിടെ എഴുതിയേക്കാം. അങ്ങനെ അല്ല, വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ എല്ലാ പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ മെയിൻ പോയിന്റ്, ദ ഓഡിറ്റർ ഷാൽ മേക്ക് എ റിപ്പോർട്ട്. ഈ ഒരു എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മെമ്പേഴ്സിന്, കാരണം നമ്മളിത് എവിടെ വെക്കുന്നത്? ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ മെമ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഓഡിറ്റിംഗ് ചെയ്തതിൽ കണ്ട കേട്ട എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു റിപ്പോർട്ടാക്കുന്നു. ഓക്കെ, കമ്പനിയുടെ എല്ലാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബാലൻസ് ഷീറ്റ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരും, ചേഞ്ചസ് ഇൻ ഈക്വിറ്റി വരും. ഇതെല്ലാം എന്താണ് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് വിച്ച് ആർ റിക്വയർഡ് ബൈ അണ്ടർ ദിസ് ആക്ട് ടു ബി ലേഡ് ബിഫോർ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ഇവിടെ ജനറൽ മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിവിഡൻഡിനെ കുറിച്ച് നമ്മൾ ഡിവിഡൻഡ് എടുക്കുന്ന സമയത്ത് ഡിക്ലറേഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കറക്റ്റാ? അതേപോലെ തന്നെ കമ്പനിയിലെ മീറ്റിംഗ്സിലും ഒരു ഡയറക്ടേഴ്സിനെ പറഞ്ഞവിടെ നമ്മൾ ഓർഡിനറി ബിസിനസ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ, അതിനകത്ത് ചില ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ എന്താണ് ഡയറക്ടേഴ്സിനെ പിരിച്ചു വിടുന്നുണ്ടോ, അതൊക്കെ ഓർഡിനറി ബിസിനസ്സിൽ വരുന്ന കാര്യമാണ്. എന്നാലും ഓഡിറ്ററെ സംബന്ധിച്ച് അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ ഡിവിഡൻഡിനെ കുറിച്ച് ഫൈനൽ ഡിവിഡൻഡ് ഉണ്ടോ, എത്രമാത്രം ഡിവിഡൻഡ് ഡിക്ലറേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കമ്പനിയിൽ നമ്മൾ പഠിച്ചു. എന്താണ് കോൺസെപ്റ്റാണ് ഓർഡിനറി ബിസിനസ്, സ്പെഷ്യൽ ബിസിനസ്, അതേ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ എന്താണ് സ്പെഷ്യലായിട്ട് വെക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിലാണെങ്കിൽ നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഒംനിബസ് അപ്രൂവൽ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന് സർട്ടിഫൈ ചെയ്യുന്ന ആരാണ്? മുന്നോട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാകും. ഇതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യണം. ഉണ്ടോ? ദ
ആനുവൽ ജനറൽ മീറ്റിംഗ് മെൻഷൻ ചെയ്യണം. മീറ്റിംഗ് ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ഷാൽ ബി ബെസ്റ്റ് ഓഫ് ഹിസ് ഇൻഫോർമേഷൻ ആൻഡ് നോളജ്. ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു കാര്യം എൻഷുർ ചെയ്യണം. ഈ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് അവൻ്റെ ഇൻഫോർമേഷൻ നോളജ് പ്രകാരം അക്കൗണ്ട്സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ ഏത് ഡോക്യുമെൻറ്റോ വളരെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്, സത്യസന്ധമായ ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് മിസ്ലീഡിങ് അല്ല. എന്താണോ കൃത്യമായിട്ട് വൗച്ചർ, റിസീപ്റ്റ് അല്ലെങ്കിൽ ഇൻവോയ്സ് വന്നത് അതിൻ്റെ അതേ എമൗണ്ട് ആണ് മറ്റേ സ്ഥലത്തും അക്കൗണ്ട്സിൽ റിഫ്ലക്റ്റ് ആയത്. രണ്ടും രണ്ടല്ല. ആൻഡ് കമ്പനീസിൻ്റെ അഫയേഴ്സ് എന്താണ്? ആസ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ഫൈനാൻഷ്യൽ ഇയറിൽ എന്താണ്? ദ സ്റ്റേറ്റ് ഓഫ് ദ കമ്പനീസ് അഫയേഴ്സ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ഫൈനാൻഷ്യൽ ഇയറിൽ എന്താണ് അതിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ? അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. താൻ അത് എന്താ പറയുക, ഒരു ഡിക്ലറേഷനാണ്. സെൽഫ് ഫിദൗത്ത് കൊടുക്കൂലേ, ആ രീതിയിലുള്ള ഡിക്ലറേഷനാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക.